നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന കന്നിക്കൂറിലാണ്, ശേഷം 30 നാഴിക വരുന്ന തുലാക്കൂറിലാണ്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിന്നിരുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറിയത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനം നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. 9-ൽ വ്യാഴം നിന്നാൽ ഭാഗ്യാദി അഭീഷ്ടഭാവേഷു പശുഭോ ഭാവപുഷ്ടികൾ നിന്ന് എത്ര അനിഷ്ടപ്രദമായ അവസ്ഥയുണ്ടെങ്കിലും ആ ഭാവത്തിനെ പുഷ്ടിയെ കൊടുക്കും. മാത്രമല്ല ഭാഗ്യാധിപതി എവിടെ നിന്നാലും ആ രീതിയിൽ ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കും എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വന്നത് കാരണമുണ്ട്. നവമേ ശുഭസംയുക്തേ പതിപുത്ര യുധാനാരി മോദത എന്നത്ര സംശയം എന്നാണ്. ഭർത്താവിനോടും കുട്ടികളോടും കൂടി ദീർഘകാലം ജീവിക്കാനുള്ള യോഗമാണ് സ്ത്രീജാതകത്തിൽ 9-ൽ വ്യാഴം വരുന്നത്. എന്ന് മാത്രമല്ല, പുരുഷജാതകത്തിലാണെങ്കിലും 9-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അത് നല്ല ഭാഗ്യവർദ്ധനവിന് യോഗമാണ്. എന്ത് തടസ്സങ്ങളും പ്രതിസന്ധികളുണ്ട് അതിനൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഭാഗ്യാധിപതി 12-ാം തീയതിക്ക് ശേഷം കർമ്മസ്ഥാനത്തേക്ക് മാറും. അപ്പോൾ അവിടെ ഭദ്രായോഗം ചെയ്തിട്ടാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ ബുധശുക്ര യോഗം വന്നു. 15-ാം തീയതി സൂര്യൻ അവിടെ നിപുണായോഗം ചെയ്തും വരും. അപ്പോൾ തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. അതേപോലെ തന്നെ മാനേജിങ് പവർ വർദ്ധിക്കും. നേതൃത്വ സ്വഭാവം, നേതൃത്വത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. തൊഴിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം അല്ലെങ്കിൽ പ്രതിഫലം കിട്ടും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലാഭവർദ്ധനവിന് യോഗമുണ്ട്. അത് പ്രത്യേകിച്ചും ബിസിനസ്സുകാരെ സംബന്ധിച്ചൊക്കെ വളരെ നല്ല നേട്ടമുള്ളൊരു മാസമാണ്. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന നല്ല വർദ്ധനവിന് യോഗമുണ്ട്. കർമ്മത്തിൽ, തൊഴിലിൽ സ്ഥാനക്കയറ്റം, അതുപോലെ തന്നെ മാന്യത വർദ്ധിക്കുക, ബഹുമാന്യത വർദ്ധിക്കുക. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് യോഗമുണ്ട്. എന്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന കേതു വിപരീത സ്വഭാവം, സന്തോഷിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാക്കുക, തലക്കിടയ്ക്ക് തലവേദന ഉണ്ടാക്കുക. ബാധയിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ആദ്യം ഒരു തടസ്സം ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ നെഗറ്റീവായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാഗപൂജ ചെയ്യുകയും നവഗ്രഹ പൂജ ചെയ്യുകയും ചെയ്യുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യാം. ഈ പരിഹാരങ്ങളും വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ച കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാമ്പത്യ സുഖം അനുഭവിക്കാനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ നല്ല അഭിവൃദ്ധിയിലേക്ക്, ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനും നല്ല ഏകാഗ്രത കിട്ടാനും ഒക്കെ അനുകൂലമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ്. എന്നാൽ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം തുലാക്കൂറാണ്. തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിലേക്കാണ്. 7-ൽ വ്യാഴം നിന്നിരുന്ന വ്യാഴം അഷ്ടമത്തിലേക്കാണ് ഇപ്പം മാറിയത്. അപ്പോൾ അഷ്ടമേ ഹരതോ ബാലി എന്ന ബാലിക്ക് ഒളിയാൻ പറ്റ രീതിയിൽ അവനവൻ മനസ്സറിയാത്ത കാര്യത്തിൽ അബദ്ധം സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ദൈവാധീനക്കുറവ് കാരണമുണ്ട്. അപ്പോൾ ദൈവഗത്യ വന്നു ചേരുന്ന വിപരീത സ്വഭാവങ്ങൾ കാരണമുണ്ട്. ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള അവസ്ഥ, കാര്യങ്ങൾ, അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക, തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ശത്രുദോഷമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് ലാഭാധിപതിയോട് ചേർന്ന് നിൽക്കുന്നവരും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം അല്ലെ പ്രതിഫലം കിട്ടാനുള്ള യോഗമുണ്ട്. എന്നാലും മാനസികമായിട്ട് അലസത വർദ്ധിക്കും, നിരാശ വർദ്ധിക്കും, ഒരു കാര്യത്തിനും ഉന്മേഷം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കുന്നൊരു സ്വഭാവം ഉണ്ടാകും. കാൽപാദത്തിന് വേദന ഉണ്ടാകും. ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. നിപുണായോഗം ഉള്ളത് കാരണം നല്ലതായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് കഴിയും. ലഗ്നാധിപതി ഭാഗ്യാധിപതിയോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ലഗ്നാധിപതിയും ഭാഗ്യാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. പക്ഷേ ദൈവാധീനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും സുദർശന പുഷ്പാഞ്ജലിയും മുതലായിട്ടുള്ള വഴിപാടുകൾ, പാൽപ്പായസം, ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നാഗപൂജ ചെയ്യണം. നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യണം. നല്ല വഴിപാടുകളും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.